الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലമതിക്കാനാകാത്ത ഈ നിഅമത്തുകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനും അതുമായി ബന്ധപ്പെട്ട അമലുകളും നമ്മളിൽ നിന്നും നല്ല നിലയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത അവൻ്റെ നല്ല അടിമകൾക്ക് അവൻ നൽകുമെന്ന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്ര വലുതായാലും ചെറുതായാലും അക്ഷരം പ്രതി അതിനനുസരിക്കുക എന്നത് അടിമകളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതിൽ നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾക്കോ മറ്റോ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അള്ളാഹു എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ അനുസരിച്ചോളാം. അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കൽപ്പനകളോടും അടിമകൾ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണ് പെരുമാറേണ്ടത്. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമ്മളുടെ മുമ്പിൽ ഒരു കൽപ്പന സമർപ്പിച്ചാൽ അത് നിർബന്ധമായും നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹുവും റസൂലും അരുത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നിലയിൽ അതിൽ നിന്ന് വിട്ടു നിന്നുകൊള്ളണം. അതിനെക്കുറിച്ചിട്ട് നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ സമയത്ത് ഇപ്പോൾ എങ്ങനെ എന്നൊന്നും ചോദിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ആദ്യമായി പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചത് ഇബ്ലീസാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്തായിരുന്നു? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين.
മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു അള്ളാഹു. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഒരു പിടി മണ്ണ് വാരി അതിൽ നിന്നും അള്ളാഹു പുതിയ ഒരു ജീവിയെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആ മണ്ണിനാൽ പടയ്ക്കപ്പെട്ട മനുഷ്യൻ്റെ മുമ്പിൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അതുവരെ ഉയർന്ന സൃഷ്ടികളായിരുന്ന മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മലക്കുകൾ മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നാണ് കൽപ്പന. മനുഷ്യൻ്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്യണം എന്നാണ് കൽപ്പന. ശരിക്കും ശ്രദ്ധിക്കണേ. പക്ഷെ കൽപ്പന അള്ളാഹുവിൻ്റേതാണ്. കൽപ്പന അള്ളാഹുവിൻ്റേതായതുകൊണ്ട് സൃഷ്ടികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിന്നെ അവിടെ ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും ചാൻസ് ഇല്ല. ഫസജദൂ പറയേണ്ട താമസം, കേൾക്കേണ്ട താമസം മലക്കുകളെല്ലാവരും ഒന്നിച്ച് സുജൂദ് ചെയ്തു. ഫസജദൂ. ഈ വിഷയം അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പല സ്ഥലത്തും പറയുന്നത് മനുഷ്യജീവികൾക്കിടയിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ സാധ്യതയുള്ള ഒരു മാനസിക അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഒരു മാനസിക അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കൽപ്പന വരുമ്പോൾ ആ കൽപ്പന അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മൾ നമ്മളുടേതായ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കും. നമ്മളുടേതായ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും വെച്ച് നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ അഭിപ്രായം പറയാൻ ശ്രമിക്കും. പക്ഷെ അത് പാടില്ലെന്ന് പറയാനാണ് അല്ലാഹു തആല ഈ സംഭവത്തെ പരിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിലും ആവർത്തിച്ച് പറഞ്ഞത്. മലക്കുകൾ എന്ത് ചെയ്തു? ഫസജദൂ. എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. ഫഫസഖ അൻ അംരി റബ്ബിഹി. തൻ്റെ റബ്ബിൻ്റെ കൽപ്പനയുടെ വിഷയത്തിൽ അവൻ പാപിയായി, പിഴച്ചവനായി, തെറ്റുകാരനായി. ഖുർആനിൽ മറ്റു പല സൂറത്തുകളിലും സൂറത്ത് ആറാഫിലും മറ്റുമൊക്കെ അള്ളാഹു തആല ഈ വിഷയം പറയുമ്പം അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുന്നതായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? അപ്പോൾ അയാൾ മറുപടി പറയാണ്. മറുപടി 100-ൽ 110% ന്യായമാണ്. അതാ ഞാൻ പറഞ്ഞത്. ന്യായമാണ്, ശരിയാണ്, അങ്ങനെയൊക്കെ തന്നെ ആണ്. ആ പറഞ്ഞത് അസ്ജുദു ലിമൻ ഖലഖത തീന ഖാല അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ന്യായമല്ലേ? ഖുർആൻ പറയുന്നത് എന്തിനാണ്? കൃത്യമായ നിലയിൽ ന്യായമായ ഒരു കാരണത്തെ ബോധിപ്പിച്ച അടിമയുടെ ഈ വാക്ക് അള്ളാഹു വീണ്ടും വീണ്ടും ഖുർആനിൽ എടുത്ത് നമ്മളെ കേൾപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെയൊക്കെ നമുക്കും തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ന്യായമല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാ? ഞാൻ ഇല്ലാത്ത പറഞ്ഞോ? ശരി തന്നെയല്ലേ പറഞ്ഞത്? ഖാല അഅസ്ജുദു ലിമൻ ഖലഖത തീന ഖലഖതനി മിൻ നാരി വഖലഖതഹു മിൻ തീൻ. പടച്ചോനെ, മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യാനോ? നീ എന്നെ സൃഷ്ടിച്ചത് അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സാധനത്തെ കൊണ്ടല്ലേ. പണ്ഡിതന്മാർ തഫ്സീർ എഴുതുമ്പോൾ പറയാറുണ്ട്, തീ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ, മണ്ണ് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ. അങ്ങനെ മേളോട്ട് പോകുന്ന, അതാണ് ഫിലോസഫി, അതാണ് തത്വം, അതാണ് ചിന്ത എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, യുക്തിവാദം എന്നൊക്കെ ഇതാണ് യുക്തി. ഈ യുക്തിക്കൊന്നും പരിശുദ്ധ ദീനിൽ ഒരു പ്രസക്തി ഇല്ലെന്ന് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ തന്നെ ഖുർആനിൽ ഈ സംഭവത്തെ നമ്മുടെ മുമ്പിൽ വിവരിക്കുകയും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അത് ആവർത്തിക്കുകയും ചെയ്തത്. യുക്തിക്കൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം ഈ യുക്തിയെ സൃഷ്ടിച്ചവനായ അള്ളാഹു ആണ് നിന്നോടിപ്പം കൽപ്പിക്കുന്നത് സുജൂദ് ചെയ്തേ തീരൂ, സുജൂദ് ചെയ്യണം. അവിടെ നീ ന്യായമായ കാരണങ്ങൾ പറയുന്നത് കൊണ്ട് ഒരു പ്രസക്തിയുമില്ല. അത് നമുക്ക് കുറച്ചു കാലം ഇങ്ങനെ പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. ചില ആളുകൾ പറയുന്നില്ലേ, നമ്മൾ സംവാദത്തിന് ക്ഷണിക്കുന്നു, തയ്യാറുണ്ടോ? സംവാദത്തിന് ക്ഷണിക്കുന്നു. കുറേ പ്രാവശ്യം ക്ഷണിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ എന്നാൽ പിന്നെ നമ്മൾ സംവാദത്തിന് പോയി അതിൻ്റെ പേരിൽ കുറേ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി.
അവസാനം അവർ വന്ന് അവരുടെ കുറേ തിയറികൾ ഇങ്ങനെ സമർപ്പിച്ചു. അതിന് വ്യക്തമായ നിലയിൽ, ബുദ്ധിപരമായ നിലയിൽ നമ്മുടെ ആളുകൾ അങ്ങോട്ട് മറുപടി കൊടുക്കുമ്പോൾ അവർ പിന്നെ കൊഞ്ഞനം കാട്ടും. അങ്ങനെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ പൊതുവേ ഇതിന് ഭയങ്കര എതിരാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, അവരുടെ സംവാദനത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർക്ക് വളരാൻ വേറെ വകുപ്പൊന്നുമില്ല. പലപ്പോഴും സംഭവിക്കുന്നത്, മറുപടികൾ കിട്ടാതാകുമ്പോൾ, വ്യക്തമായി മറുപടി പറയാൻ കഴിയാതെ ആകുമ്പോൾ, യുക്തിയുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾക്ക് യുക്തി ഇല്ലാതെയാകുമ്പോൾ, യുക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ അവർ പെട്ടെന്ന് കൊഞ്ഞനം കുത്തും. മലയാള ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. തോറ്റാൽ പിന്നെ ജയിക്കാൻ വേണ്ടി ചെയ്യാറുള്ളത് കൊഞ്ഞനം കുത്തലാണ്. ഞങ്ങളുടെ നാട്ടിൽ കളിയിൽ അലമ്പുക എന്ന് പറയാം. കളിയിൽ അലമ്പുക എന്ന്, രണ്ട് ടീമുകൾ നല്ല നിലയിൽ കളിക്കുകയായിരുന്നു. ഒരു ടീം തോറ്റ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ജയിക്കാനുള്ള യാതൊരു സാധ്യതയിൽ നിന്ന് കാണുമ്പോൾ, ഈ കുബുദ്ധികളായ, കളിയിൽ മികവല്ല മറ്റേ കളിയിൽ മികവുള്ള ആളുകൾ ഇങ്ങനെ കണ്ണടിച്ചിട്ട് പറയും, എന്നാൽ പിന്നെ കളി അലമ്പിക്കളയാന്ന് പറയും. അങ്ങനെയല്ലേ? കളി അലമ്പിക്കളയാണ്, കളിയിൽ അലമ്പുക, കൈയിട്ട് വാരുക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയാണ്. അങ്ങനെയാണ്. കളിയിൽ അലമ്പോ ഒച്ചപ്പാടും ബോളെല്ലാം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തിൻ്റെ പേരിൽ തൽക്കാലം കളി അവസാനിച്ചു എന്ന് പറയുക. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യുക്തിപരമായ നിലയിൽ അതിന് പ്രസക്തി കൊടുത്തുകൊണ്ട് നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്ന ഒന്നല്ല പടച്ചവൻ്റെ പരിശുദ്ധമായ ദീനും ദീനിൻ്റെ കൽപ്പനകളും എന്ന് പറയുന്നത്. അള്ളാഹു മലക്കുകളോട് പറയാണ് മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. എന്നാൽ പറഞ്ഞത് അള്ളാഹു ആയതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യണം, ചെയ്തേ തീരൂ. ഞാൻ സുജൂദ് ചെയ്യണം, ചെയ്തേ തീരൂ. അതിനകത്ത് പിന്നെ ന്യായത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പണ്ട് ഒരു യുക്തിവാദിയായ മനുഷ്യൻ, പഴയകാല ചരിത്രത്തിലാണ്, പുതിയ ചരിത്രം, ഞാൻ പുതിയ ചരിത്രം ഒന്നും പറയൂല, പഴയകാല ചരിത്രത്തിൽ ഒരു യുക്തിവാദിയായ മനുഷ്യൻ ഇങ്ങനെ എല്ലാവരെയും തോൽപ്പിച്ച്, സംവാദത്തിൽ തോൽപ്പിച്ച് നടക്കുമ്പോൾ അയാൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഈ രംഗത്ത് 3 ചോദ്യങ്ങൾ വലിയ വലിയ ബുദ്ധിമാന്മാരോടും ഇസ്ലാമിസ്റ്റുകളോടൊക്കെ ചോദിച്ചു, പക്ഷേ 3 ചോദ്യത്തിനും ഇതുവരെ എനിക്ക് കൃത്യമായ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതുവരെ 3 ചോദ്യത്തിനും മറുപടി കിട്ടിയേയില്ല. ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയാണ്, എൻ്റെ ചോദ്യത്തിന് മറുപടി തരുമോന്ന്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എല്ലാ ബുദ്ധിജീവികളെന്ന് വിചാരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളോട് നീ തർക്കിച്ചിട്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പള്ളിയിൽ ഒരു സാധുവായ മനുഷ്യനുണ്ട്, ഒരു സാധുവായ ഒരു ഫക്കീറായ മനുഷ്യൻ ദർവേഷ് നമ്മുടെ പള്ളിയിലുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് തൈലീം ദിക്റും ദുആയും ഒക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. ഒന്ന് അയാളോട് ചോദിച്ചു നോക്ക്, അയാൾ പൊതുവേ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാൻ സാധ്യത. അയാൾക്കൊന്നും എൻ്റെ ചോദ്യത്തിന് മറുപടി തരാനൊന്നും കഴിയില്ല. ഞാൻ ഇതിനെക്കാട്ടി വലിയ വലിയ ആളുകളായിട്ടൊക്കെ മുട്ടിയിട്ട് അവർ തോറ്റുപോയി. ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ സാധുവായ പള്ളി പരിസരത്തിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ, ബഹലൂൽ ദാന എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇദ്ദേഹം വന്നിട്ട് തൻ്റെ യുക്തിപൂർണമായ ചോദ്യം ഉന്നയിക്കുകയാണ്. 3 സംശയങ്ങളാണ് എനിക്കുള്ളത്. ഈ 3 ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ, അതിന് മറുപടി പറയാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ചോദിക്കുക, എന്താ നിനക്ക് സംശയമുള്ളത്? അപ്പോൾ സാധാരണക്കാരനായ ഒരു മൂല്യാർ പള്ളിയുടെ പരിസരത്തിരിക്കുന്നവന് ഇത്രയും വലിയ ബുദ്ധിപരമായ മറുപടി ഒന്നും പറയാനൊന്നും കഴിയില്ലല്ലോ. ആ ഗർവോടുകൂടി ഇയാൾ ചോദിച്ചു, എനിക്ക് 3 സംശയം. 1, നിങ്ങൾ ദൈവമുണ്ട് എന്ന് പറയുന്നില്ലേ, പക്ഷേ ദൈവത്തിനെ കാണുന്നില്ലല്ലോ. ഉണ്ടെന്ന് പറയുന്ന ആൾ ഒരിക്കലെങ്കിലും കാണണ്ടേ, എവിടെന്നെങ്കിലും ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും കാണണ്ടേ, കാണുന്നില്ലല്ലോ എന്ന് തലയാട്ടി. പിന്നെ രണ്ടാമത്തെ സംശയം, നിങ്ങൾ പിശാചിനെ കുറിച്ചിട്ട് പറയുന്നില്ലേ, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണെന്നല്ലേ. ഇപ്പോൾ ഞാൻ ഓതിയ ഖുർആനായത്തിലും അങ്ങനെയല്ലേ പറയും, തീയിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത്. പിശാചിനെ നാളെ പരലോകത്ത് അള്ളാഹു താല ഇതേ തീ കൊണ്ടല്ലേ ശിക്ഷിക്കും നിങ്ങൾ പറയുന്നത്. അപ്പോൾ തീയിനാൽ പടക്കപ്പെട്ട ഒരു സാധനത്തെ തീ കൊണ്ട് എങ്ങനെയാണ് ശിക്ഷിക്കുക? രണ്ടാമത്തെ സംശയമാണ്. ശരിയല്ലേ? ന്യായമായ സംശയം. മൂന്നാമത്തേത്, നമ്മളൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത്, ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മോശമായ പ്രവർത്തനം ചെയ്യുന്നത് പിശാചിൻ്റെ പ്രേരണ കൊണ്ടാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രേരിപ്പിച്ച ഓനെയല്ലേ അടിക്കേണ്ടത്, എന്നെ എന്തിനാ അടിക്കുന്നത്? ഞാനല്ലല്ലോ ചെയ്തത്, ഓൻ പറഞ്ഞിട്ടല്ലേ, അല്ലേ? അത്ര ഭയങ്കര എളുപ്പമുണ്ടല്ലേ? ഞാനാണോ ചെയ്തത്? അല്ലല്ലോ, അവൻ പ്രേരിപ്പിച്ചിട്ടല്ലേ തെറ്റ് ഞാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവനെ അല്ലേ അടിക്കേണ്ടത്, എന്നെ എന്തിനാ അടിക്കുന്നത്, ശിക്ഷിക്കുന്നത്? 3 ചോദ്യം. അപ്പോൾ ഈ പാവം മനുഷ്യൻ ഇങ്ങനെ സാധുവായിട്ടിരുന്ന് മറുപടി പറയാൻ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുന്നത് പോലെ തോന്നിയപ്പം അയാൾക്ക് കുറച്ചും കൂടെ അഹങ്കാരമായിരുന്നു. അയാൾ കണ്ടോ, ആ മോന്ത കാണുമ്പോൾ അറിയാം എൻ്റെ മുമ്പിൽ ചൂളിപ്പോയി, മറുപടിയില്ല, വിറയ്ക്കുക, കണ്ടോ മുട്ടിടിക്കുന്നുണ്ടോ, ഇയാൾക്ക് മറുപടി ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം മിണ്ടാതെ നിന്നു. ഇങ്ങനെ പരിസരത്തെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു ചുടുകട്ട കണ്ടു. ചുടുകട്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ചുടുകട്ട നമ്മളെ ചൂളയിൽ വെച്ച് പഴുപ്പിക്കുന്ന മണ്ണിൻ്റെ കട്ടയില്ല, ഇഷ്ടിക. അതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്?
മണ്ണ് കൊണ്ടുണ്ടാക്കിയത് അല്ലേ. അദ്ദേഹം ഒരു കട്ട കണ്ടു. ഈ കട്ട കണ്ട ഉടനെ മറുപടി പറയാൻ മുട്ടി നിൽക്കുന്നു എന്ന് വിചാരിച്ച ഈ സാധുവായ ദർവേഷ് അദ്ദേഹം ആ കട്ട എടുത്തിട്ട് ഈ ചോദ്യകർത്താവിൻ്റെ നെറ്റിത്തടത്തിൽ ടപ്പ് എന്നൊരടിയും കൊടുത്തു. അടി ഭയങ്കര ശക്തിയായ അടിയാണ്. തല പൊട്ടി, രക്തമിങ്ങനെ ചീറ്റി. അയാൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. ന്യായമായ നിലയിൽ സംവാദത്തിന് വന്ന എന്നോട് ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്, ഇങ്ങനെയാണോ മറുപടി പറയുന്നത്? വേദന കൊണ്ട് പൊളയുക, വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ ഓടി കോടതിയിൽ പോയി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അന്നത്തെ ഭരണാധികാരി, അവിടുത്തെ ന്യായാധിപന്മാർ ഈ പാവപ്പെട്ട മുസ്ലിയാരെ കുറ്റവാളിയായിട്ട് ഹാജരാക്കിയിട്ടപ്പോൾ ഇയാളിങ്ങനെ കോർട്ടിൽ നിൽക്കല്ലേ, ചോദ്യം ചെയ്യാണ്. എന്താ, ഞാൻ ഒരു നല്ല കാര്യം ചോദിക്കാൻ വേണ്ടി പോയി, എൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ ഇയാൾ എന്നെ വളരെ മോശമായ നിലയിൽ ഒരു കട്ട കൊണ്ടെടുത്ത് അടിച്ചു, പരിക്കേൽപ്പിച്ചു, രക്തം വാർന്നൊഴുകുന്നു, വേദന എടുക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെല്ലാം കുറേ പ്രാവശ്യം പറഞ്ഞപ്പം ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ കട്ട കൊണ്ട് അടിച്ചതും ഇടിച്ചതും പൊട്ടിക്കാൻ വിചാരിച്ചതൊന്നുമല്ല. നീ എന്നോട് 3 ചോദ്യം ചോദിച്ചു. ഈ 3 ചോദ്യത്തിന് 30,000 വാക്കുകളെ കൊണ്ട് ഞാൻ മറുപടി തന്നാലും പറ്റൂല എന്ന് എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ നിൻ്റെ ചോദ്യത്തിന് ന്യായമായ മറുപടി തന്നതാണ്. അതെങ്ങനെ? ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെയാണോ ശിക്ഷിക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക? അദ്ദേഹം പറഞ്ഞു, സഹോദര, നീ ഇപ്പോൾ ഈ കോടതിയിൽ വന്നിട്ട് ആർഗ്യുമെൻ്റ് നടത്തുന്നത് നിനക്ക് വേദന എടുക്കുന്നു എന്നല്ലേ? വേദന എടുക്കുന്നത് അതെ. എന്നാൽ പിന്നെ ആ വേദന ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞാൻ കുറ്റം സമ്മതിക്കാം. ആ വേദന ഒന്ന് കാണിക്കൂ. അതെങ്ങനെ വേദന കാണിക്കുക? വേദന എന്ന് പറഞ്ഞാൽ കാണിക്കാനുള്ള സാധനം അതാരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ? വേദന കാണലല്ലോ, അനുഭവിക്കലല്ലേ. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. നിൻ്റെ ചോദ്യത്തിന് മറുപടിയായ നിലയിൽ ദൈവം എന്ന് പറഞ്ഞാൽ കാണാനുള്ളതല്ലല്ലോ, കാണിക്കാനുള്ളതല്ലല്ലോ. കണ്ടില്ലെന്ന് വിചാരിച്ച് ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വേദന കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിനക്ക് വേദന ഇല്ലെന്ന് പറയണ്ടേ? ഒന്നാമത്തെ നിൻ്റെ ചോദ്യത്തിന് മറുപടിയാണ്. രണ്ടാമത്തത്, നീ ചോദിച്ചല്ലോ പിശാചല്ലേ നമ്മളെ അത് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വിഷയം അതാ കേട്ടോ. പിശാചല്ലേ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, പിന്നെന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിൻ്റെ വിഷയം. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളെ കഥ പറഞ്ഞ് സൂചിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ അല്ല, ചില വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. പിശാചല്ലേ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കല്ലല്ലോ ശിക്ഷ തരേണ്ടത്, പിശാചിനല്ലേ ശിക്ഷ കൊടുക്കേണ്ടത് എന്നല്ലേ നീ പറഞ്ഞത്? അത് തന്നെയല്ലേ ഞാനും നിന്നോട് ചെയ്തിട്ടുള്ളൂ. ഞാനല്ല നിന്നെ അടിച്ചത്, എന്നെ ആ സമയത്ത് ശൈത്താൻ നിർബന്ധിച്ചു നിന്നെ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്നും ശൈത്താനെ നീ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് ശിക്ഷ വാങ്ങി തരാൻ പറ്റൂല. കോടതിയിൽ നിന്നും ശൈത്താനെ നീ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മതി, എനിക്ക് ശിക്ഷ വേണ്ട, ശിക്ഷ തരാൻ പറ്റൂല. അയാൾ ദേഷ്യം വിടും. അങ്ങനെയാണോ? നിങ്ങൾക്ക് അടിക്കണമെന്ന് തോന്നിയപ്പം അടിക്കാതിരിക്കാനുള്ളൊരു സ്വബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു സന്മനസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അത് അടിക്കുന്നത് തെറ്റാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളല്ലേ? അത് തന്നെ നമ്മളും പറയുന്നുള്ളൂ. ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, ശൈത്താൻ നമ്മളെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ പടച്ചവൻ്റെ അടിമകളാണ്, നമുക്കങ്ങനെ അവൻ പറയുന്നതനുസരിച്ചിട്ട് ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റൂല എന്നൊരു ബോധമുണ്ടാകണം. ആ ബോധമില്ലാത്തതിൻ്റെ പേരിലാണ് നിന്നെ പടച്ചവൻ ശിക്ഷിക്കുന്നത്, അല്ലാതെ പിശാചിനെ ശിക്ഷിച്ചുകൊണ്ട് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ അടുത്ത ശിഷ്ടിക എടുത്തിട്ട് ഇനി ഞാൻ നാളെ പോലെ വരുമ്പോൾ മൈക്കെല്ലാം മാറ്റി വെച്ചിട്ട് 2-3 ഇഷ്ടേക്കാരിയൊക്കെ കേട്ടോ. അതാ എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് തോന്നില്ലേ? 1 മണിക്കൂർ സുഖമില്ലാത്ത ഞാനിങ്ങനെ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ദർവേഷിൻ്റെ മോഡലിൽ എന്തെങ്കിലുമൊക്കെ മായാജാലങ്ങൾ കാണിക്കലാണ് എളുപ്പം. അള്ളാഹു നമുക്കൊക്കെ നല്ലത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ പിശാചിൻ്റെ പ്രേരണയുടെ പേരിൽ പിശാചിനെ അല്ല ശിക്ഷിക്കേണ്ടത്. അത് അനുസരിക്കാതെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തിരിച്ചറിവ് നിനക്ക് പടച്ചോൻ തന്നിട്ടില്ലേ? ഒരു വിവേചന ബുദ്ധി നിനക്ക് തന്നില്ലേ? ആ ബുദ്ധി പ്രയോഗിച്ചിട്ട് നീയാണ് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് നിനക്കാണ് ശിക്ഷ കിട്ടേണ്ടത്. പിന്നെ മൂന്നാമത്തെ നിൻ്റെ ചോദ്യം നീ ചോദിച്ചില്ലേ, തീയിനാൽ പടയ്ക്കപ്പെട്ട ഒരു പിശാചിനെ നിങ്ങളുടെ റബ്ബ് നാളെ നരകത്തിലിട്ട് തീ കൊണ്ട് എങ്ങനെയാണ് ശിക്ഷിക്കാമെന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിനാണ് നിനക്ക് ഞാൻ മറുപടി തന്നത്. മണ്ണിനാൽ പടയ്ക്കപ്പെട്ട നിൻ്റെ മോന്തയും നെറ്റിയും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചുടുകട്ടയാൽ ഞാൻ അടിച്ചു പൊട്ടിച്ചു. വേദന എടുത്തില്ലേ? ചോര പോയില്ലേ? പൊട്ടിക്കേറിയില്ലേ? ഇതന്നെ ഉള്ളൂ. ഇതൊക്കെ യുക്തിസഹജമാണ് അല്ലെങ്കിൽ യുക്തിപൂർണമാണ് എന്ന് ആളുകൾക്ക് തോന്നൽ. അങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ. അള്ളാഹു ആണ് മലക്കുകളെ സൃഷ്ടിച്ചവൻ. അള്ളാഹു ആണ് പിശാചിനെ സൃഷ്ടിച്ചവൻ. അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. അള്ളാഹു ആണ് മനുഷ്യൻ്റെ വിചാരങ്ങളെ സൃഷ്ടിച്ചവൻ. ഇതെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനായ പടച്ചവൻ പറയുകയാണ്, ഇവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ സുജൂദ് ചെയ്യണം.
സുബഹി നമസ്കാരത്തിന് ശേഷം സുജൂദ് നിസ്കാരം പാടില്ല, അത് കറാഹത്താണെന്ന് പടച്ചോൻ പറഞ്ഞാൽ പാടില്ല. അങ്ങനെയാണല്ലോ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? സുബഹി നമസ്കാരത്തിന് ശേഷം പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ളുഹർ നിസ്കാരത്തിന് ശേഷമാണെങ്കിലോ സുന്നത്ത് നിസ്കരിക്കണം, 2 അല്ല 4 നിസ്കരിക്കണം. അസ്ർ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം ഒന്നുമില്ല. എന്താ കാരണം? പടച്ചോൻ പറഞ്ഞു, അവൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഒന്ന് അസറിന് ശേഷം പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, പീടിയൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അസറിന് പള്ളി വന്നത്. അതുകൊണ്ട് ളുഹറിന് വരുമ്പം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം അസറിന് ശേഷം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് അസർ നിസ്കരിച്ചിട്ട് ഞാൻ ഒരു 4 റക്അത്ത് നിസ്കരിച്ചേക്കാം സുന്നത്ത് എന്ന് വിചാരിച്ചാൽ അത് പറ്റൂല, കറാഹത്താണ്, പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ, നമുക്ക് തോന്നുന്നതോ നമുക്ക് സൗകര്യമുള്ളതോ അല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ എന്താണോ അവൻ്റെ ഭാഗത്തുനിന്ന് കൽപ്പന വരുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കാണ് അള്ളാഹു പ്രതിഫലം തരുന്നത്. സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെയും ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അത്താഴം കഴിക്കണമേ, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ആ സമയത്ത് നമ്മൾ നല്ല നിയ്യത്തോടു കൂടി അത്താഴം കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് പ്രതിഫലം കിട്ടും. പക്ഷേ സുബഹിയുടെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ശിക്ഷ കിട്ടും, പാടില്ല അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് ശിക്ഷ കിട്ടും. ഇതുപോലെ മഗ്രിബ് നമസ്കാരം വരെ നമ്മൾ പട്ടിണിയിരുന്നു. മഗ്രിബ് നമസ്കാരത്തിൻ്റെ ബാങ്ക് കേട്ടാൽ ഉടനെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, എൻ്റെ ഉമ്മത്തികൾ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്നിടത്തോളം കാലം അവർ നന്മയുടെ മാർഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കണം. എപ്പോഴാ? മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ നോമ്പ് മുറിക്കുന്നതിൽ ധൃതി കാണിക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഭക്തി കൂടുതലാക്കിയിട്ട് കുറച്ചു നേരം കൂടെ പട്ടിണി ഇരുന്നാലോ എന്ന് വിചാരിച്ചാൽ അതിന് പ്രതിഫലമല്ല, അതിന് ശിക്ഷയാണ് ലഭിക്കുക എന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അവൻ്റെ കൽപ്പനയുടെ അളവനുസരിച്ച്, തോതനുസരിച്ച്, സമയത്തിനനുസരിച്ചിട്ട് പരിപൂർണമായ നിലയിൽ നമ്മൾ സമർപ്പിക്കണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. സാധാരണഗതിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ദുആ ഏറ്റു പറയാറുള്ളത്. എൻ്റെ നിസ്കാരം, എൻ്റെ മറ്റ് അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, അത് രണ്ടുമല്ല. വമഹ്യായ വമമാതി, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ മരണവും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചാക്കണം. ആയിത്തീരുമെന്ന് ഞാനിതാ നിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുകയാണ് എന്നാണ്. നിസ്കാരം അള്ളാഹു പറയുന്ന അനുസരിച്ച് തന്നെ വേണം അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റൂല. നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ അള്ളാഹു പറയുന്നതിനനുസരിച്ചിട്ട് തന്നെ വേണം. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെയാണ് നമ്മൾ പിശാചിൻ്റെ ന്യായങ്ങൾ പറയുന്നത് അല്ലേ? നിസ്കാരത്തിൽ, നോമ്പിൽ, സക്കാത്തിൽ, ഹജ്ജിൽ പരിശുദ്ധ ശരീഅത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കുക. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വമഹ്യായ വമമാതി, എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ, മരണം വരെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് ഞാൻ ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പ്രയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല, ഒരു നോട്ടം നോക്കാൻ നമുക്ക് അനുവാദമില്ല, ഒരു വാക്ക് കേൾക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ദീൻ തന്നത്, ഇസ്ലാം തന്നത്, നിസ്കാരം തന്നത്, നോമ്പ് തന്നത്. അവിടെയാണ് പിശാചിൻ്റെയും നഫ്സിൻ്റെയും ഒക്കെ പ്രേരണയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മളുടെ നന്മയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കരുത് എന്ന് ശരീഅത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ 2 തരത്തിലുള്ള സൃഷ്ടിപ്പാണ് അള്ളാഹു നടത്തിയിരിക്കുന്നത്. ഒന്ന് ആത്മീയമായ സൃഷ്ടിപ്പ്, മറ്റൊന്ന് ഭൗതികമായ സൃഷ്ടിപ്പ്. ഒന്ന് റൂഹും മറ്റൊന്ന് ജസദും. ഇങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അതുപോലെ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. 2 ശത്രുക്കൾ. ആരാ 2 ശത്രുക്കൾ? ഒന്ന് പിശാചാണ് എന്ന് നമ്മളെല്ലാവരും പറയും. ഞാൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് എന്ന് ഓതിയപ്പം
ഈ സദസ്സിൽ നിന്ന് ഏതോ ഒരു സഹോദരൻ്റെ ശബ്ദം ഞാൻ കേട്ടു, ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞു. ഞാൻ കേട്ട്, നിങ്ങൾ കേട്ടോന്നറിയില്ല. പണ്ടേ നമുക്കങ്ങനൊരു ശീലമുണ്ട്. നമ്മൾ ഇബ്ലീസിൻ്റെ പേര് കേട്ടാൽ ഉടനെ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ഫിറോൻ്റെ പേര് കേട്ടാൽ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. എന്താ കാരണം? അവൻ നമ്മുടെ ശത്രുവാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് അള്ളാഹു പറഞ്ഞു. ഫത്തഖിദുഹു അദുവ, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് മാത്രമല്ല, ദാ ഓർമ്മ വേണേ, എപ്പോഴും അവനെ ശത്രുവായി തന്നെ കാണണേ എന്ന് അള്ളാഹു പറയാം. ഒരിക്കലും അവനുമായിട്ട് സുൽഹാകരുത്, കൂട്ടുകൂടരുത്, അവനെ നിങ്ങൾ ചങ്ങാതിയാകുക. അള്ളാഹ് പറയാണ് കേട്ടോ, ഫത്തഖിദുഹു അദുവ, നിങ്ങൾ എപ്പോഴും അവനെ ശത്രുവായി തന്നെ കണക്കാക്കണം. ശത്രുവിൻ്റെ നിരയിൽ എപ്പോഴും അവൻ നിലകൊള്ളണം. എങ്ങനെങ്കിലും കോലം മാറിയിട്ട് നിൻ്റെ ഉള്ളിൽ കടന്നു പോകാതെ നീ സൂക്ഷിക്കണം. അങ്ങനെയുണ്ട് ചിലപ്പോൾ അവൻ കോലം മാറിയിട്ട് നമ്മളിൽപ്പെട്ട ഒരാളായി നമ്മളോടൊപ്പം അങ്ങ് കൂടും. കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാർണവർ, ഉസ്താദ്, തങ്ങൾ, മുസ്ലിയാർ, ഉപ്പ, ഉപ്പാപ്പ, നമ്മൾ എല്ലാവരും ഇരിക്കുക. ഓരോരുത്തരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ കൂട്ടത്തിൽ വേഷം മാറിയിട്ട് പിശാച് വന്ന് ഇങ്ങനെ ഇരിക്കും. അവനെ കണ്ടാൽ ഓ മുത്തുക്കോയ തങ്ങളാന്ന് തോന്നും അല്ലേ? പിന്നെ ഈ മുത്തുക്കോയ തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടായിരിക്കും എല്ലാ തോന്നിവാസങ്ങളും വൃത്തികേടുകളും വിവരക്കേടുകളും ഒക്കെ കല്യാണത്തിൽ കടന്നുകൂടും. അതിന് അയാൾ കുറേ ന്യായങ്ങൾ പറയും. ആ ന്യായങ്ങളൊക്കെ ഈ ഇരിക്കുന്ന സാധുക്കളായ ഉസ്ലിയാരും ഉസ്താദും കാരണവരും ഉപ്പാപ്പ എല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ കുടുംബകാര്യങ്ങളിലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും മനുഷ്യക്കോലം പൂണ്ടുകൊണ്ട് കടന്നു വരുന്ന ഇത്തരം ഒരുപാട് പിശാചുക്കളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യക്കോലത്തിലെ കടന്നു വരുന്ന ഒട്ടനവധി പിശാചുക്കളുണ്ട്. അവർ വന്ന് നമ്മളെ അങ്ങ് അടക്കി ഭരിക്കും. പിന്നെ നമുക്ക് തന്നെ തിരിയില്ല, പടച്ചവനെ എങ്ങനെയാണ് ഞാനിത്, ഈ പടക്കം പൊട്ടിക്കാൻ എങ്ങനെയാണ് ഞാൻ അനുവാദം കൊടുത്തത്, ഈ തോന്നിയാസങ്ങൾക്കെല്ലാം ഞാൻ എങ്ങനെയാണ് മൗനസമ്മതം നൽകിയത്, ഞാൻ എന്തിനാണ് ഒരു വാപ്പയായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഒരു കാർണറായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. മയ്യത്തെടുക്കാൻ വേണ്ടി പോകുമ്പം പ്യാപ്പളിനോട് മയ്യത്തെടുക്കട്ടെ എന്ന് ചോദിക്കാത്തതിൻ്റെ പേരിൽ വഴക്കാകുന്ന കണ്ണൂരുകാർ ഈ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ നടത്തിയപ്പം അങ്ങനത്തെ കുറേ പുതിയാപ്പിളമാർ ഇവിടെ ഉണ്ടായിട്ടില്ലേ? അവർക്ക് നട്ടലില്ലേ? അല്ല, അവിടെയൊക്കെ നമ്മൾ മുടക്ക് ന്യായങ്ങൾ പറയല. ഞാൻ പറഞ്ഞു വന്നത്, പിശാച് നമ്മളുടെ ശത്രുവാണ് എന്ന് പടച്ചവൻ പറയുന്നു. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മാത്രവുമല്ല ഫത്തഖിദുഹു അദുവ, മറന്നു പോകരുത്, എപ്പോഴും നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണക്കാക്കുകയും വേണം എന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ട്, പണ്ടേ ഇത് കേട്ട് ശീലമുള്ളത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്പം പ്രായവും വയസ്സും ഒക്കെയുള്ള നരബാധിച്ച ഒരു സഹോദരൻ ബിലീസിൻ്റെ പേര് കേട്ടപ്പോൾ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞു. അതിനായാണ് എന്ന് വിചാരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനേക്കാളും ശക്തനായ വൃത്തികെട്ടവനായ മറ്റൊരു ശത്രുവുണ്ട്. അതാരാ? അത് നമുക്ക് നമ്മൾ തന്നെയാണ്. ഞാൻ എനിക്ക് തന്നെയാണ്. പിശാച് എന്ന് പറയുന്ന ശത്രുവിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ശത്രു നമുക്കുണ്ട്. ആ ശത്രു നമ്മൾ തന്നെയാണ്. ഞാൻ എനിക്ക് ശത്രുവാണ്, അഥവാ എൻ്റെ നഫ്സ് എനിക്ക് ശത്രുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോഴും ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയേണ്ടി വരുമോ പടച്ചോനെ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോഴും ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയേണ്ടി വരുമോ? ചില സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു, ഹലാക്കിൻ്റെ ഓനെ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് നമ്മൾ പറയുന്നില്ലേ? ആരെക്കുറിച്ച്? നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെ ചിലപ്പോൾ പറയും, ഏത് നിമിഷത്തിലാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയത് പടച്ചവനെ? പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ട് ശത്രുക്കളാണ്. ഒന്ന് പിശാച്, ഷൈത്താൻ. അവൻ്റെ ഭാഗത്തുനിന്നും പല ജാതി പ്രേരണകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രേരണകൾ ദൂരെ നിന്നുകൊണ്ട് കണ്ണുകൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ മാത്രമാണ്. അടുത്തേക്ക് വരാൻ അള്ളാഹു അങ്ങനെ അനുവാദം അവസരമൊന്നും കൊടുത്തിട്ടില്ല. അനുവാദം കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളെ കബളിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽ കയറിക്കൂടും. നമ്മൾ അനുവാദം കൊടുത്ത് കയറ്റിയാൽ മാത്രമേ വരുമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവണം അല്ലേ? ഒരിക്കലും ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അള്ളാഹു പറയാണ് പിശാചിനോട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ അരികിലേക്ക് ചെന്ന് കടന്നാക്രമിച്ചിട്ട് അവരുടെ മേൽ ആധിപത്യം ചെലുത്താനും കയറിക്കൂടാനും ഒന്നും നിന്നെ ഞാൻ അനുവദിക്കൂല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അതേ സമയത്ത് പിശാച് തന്ത്രപൂർവ്വം, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ രണ്ട് ശത്രുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിശാച് ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ ശക്തിയില്ല, കഴിവില്ല, ശക്തിയില്ല, ഭയങ്കര ബുദ്ധിയുണ്ട്. അതേ സമയത്ത് നഫ്സ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്, പക്ഷെ മണ്ടനാണ്, ബുദ്ധിയില്ല.
മണ്ടനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ റമദാൻ കഴിഞ്ഞു അന്നേരം പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം സഭയിൽ ഇത്രേ പറയാൻ പറ്റും. നമ്മുടെ രണ്ട് ശത്രുക്കളിൽ ഒന്നാമത്തേത് പിശാചാണ്. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ ശക്തിയൊന്നുമില്ല. നഫ്സ് എന്ന് പറയുന്ന നമ്മുടെ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല ശക്തിയുണ്ട്, പക്ഷേ ബുദ്ധിയില്ല, മണ്ടനാണ്. വമാ ഉബർരിഉ നഫ്സി വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ഞാൻ എൻ്റെ ശരീരത്തെയും അതിൻ്റെ ദുർബോധനങ്ങളെയും സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒഴിഞ്ഞു പറയുന്നില്ല. അങ്ങനെ പറയാൻ എനിക്ക് സാധിക്കൂല. ഞാനൊരു നബിയാണെങ്കിൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കാണ് അള്ളാഹു തആല ഈ വചനമായി ഉദ്ധരിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒരു നബിയാണ് ശരി തന്നെ, പക്ഷേ നബിയാണെങ്കിൽ പോലും നഫ്സ് എന്ന് പറയുന്ന ഒരു ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ എനിക്കുമുണ്ട്, സ്വാഭാവികമാണ്. അതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പറയുന്നില്ല. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ ചെയ്തവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. കരുണ ചെയ്തവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ കാരുണ്യം ചെയ്യുമാറാകട്ടെ. നഫ്സിൻ്റെ ശത്രുതയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ അമലുകളും, എല്ലാ സ്വഭാവ ഗുണങ്ങളും, പെരുമാറ്റ രീതികളും ഈ 30 ദിവസക്കാലം കൊണ്ട് നമ്മളെ പരിശീലിപ്പിക്കുക, നമ്മളെ പഠിപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടും വർത്തമാനം പറയുന്നതിനെ കുറിച്ചിട്ടും അത് കേൾക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമൊന്നുമല്ല. നമ്മുടെ വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും കുടുംബജീവിതവും കുടുംബജീവിതത്തിൽ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന പല പല വിഷയങ്ങളും പരിപാടികളും ഒക്കെ ദീനാണ്. അതിനനുസൃതമായ നിലയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയ്ക്കും ചര്യയ്ക്കും അനുസരിച്ചിട്ടും ആക്കിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാകും. അവിടെ എവിടെയെങ്കിലും നമുക്ക് അബദ്ധം സംഭവിച്ചാൽ സ്വർഗത്തിൻ്റെ പാതയിൽ നിന്നും തെറ്റി നരകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ശത്രുക്കൾക്കും കടിഞ്ഞാണിടുകയാണ്. സുഫിദത്തി ഷയാത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയാകുമ്പോൾ ഫുതിഹത്തി സമ, ആകാശവാതിലുകൾ തുറക്കപ്പെടും. അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. നരകത്തിൻ്റെ ബാബുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെടും. എന്നിട്ടോ വസുഫിദത്തി ഷയാത്തീൻ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ ഇടയിൽ കൗശലപൂർവ്വം കയറിക്കൂടി അവരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നിർബന്ധിക്കാൻ സാധ്യതയുള്ള മുഷ്ക് കാണിക്കുന്ന പിശാചുക്കളെയൊക്കെ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. ചെങ്ങലയിൽ ബന്ധിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എത്ര സൗകര്യം അള്ളാഹു ചെയ്തു തരുന്നത്, എത്ര സൗകര്യമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത്. പിശാച് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുവിനെ ഒരു ഭാഗത്ത് അള്ളാഹു ചെങ്ങലയിൽ ബന്ധിപ്പിച്ചു, തളച്ചിട്ടു. ഇനി നമ്മളിൽ കടന്നുകൂടിയിട്ട് കൗശലപൂർവ്വം കുറ്റകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കാൻ കഴിയില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. പിശാചിനൊരു ഭാഗത്തൊഴുക്കി. മറുഭാഗത്ത് നമ്മുടെ രണ്ടാമത്തെ ശത്രുവായ നഫ്സിനെ ഒതുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിയമമാക്കി. നോമ്പ് നിയമമാക്കാന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി നിയമമാക്കി. നമ്മൾ പട്ടിണി ഇരിക്കുകയാണ്, പാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണ്, വിശപ്പും ദാഹവും സഹിക്കുമ്പോൾ നമ്മുടെ നഫ്സാണ് ഒതുങ്ങുന്നത്. നമ്മുടെ രണ്ടാമത്തെ ശത്രുവിനെയാണ് ഒതുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ദീനിനെ നമ്മൾ വ്യക്തമായ നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ അല്ലാഹു തആല പരിശുദ്ധ റമദാനിൻ്റെ ഈ സുന്ദരമായ സാഹചര്യത്തെയും അവസരത്തെയും നമുക്കൊരുക്കി തന്നിട്ട് നമ്മുടെ പിശാചിനെയോ നഫ്സിനെയോ ഒക്കെ തടുത്തു നിർത്തിക്കൊണ്ട് ഇനി സ്വർഗത്തിലേക്ക് വാ എന്ന് പറയാണ്. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി, മറ്റു തടസ്സങ്ങളൊക്കെ അള്ളാഹു നീക്കി തന്നു. വലിയ വലിയ ആളുകൾ ഒരു പ്രദേശത്ത് സന്ദർശനം നടത്താൻ വേണ്ടി വരുമ്പം അതിനു മുമ്പ് തന്നെ പോലീസുകാരെ ഇറക്കും, പട്ടാളക്കാരെ ഇറക്കും, സൈഡിൽ നല്ല ആളുകളെ മാറ്റും, റോഡ് ക്ലിയർ ആക്കും. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നില്ലേ, പ്രോട്ടോകോൾ എന്ന് പറയുന്നില്ലേ, അവർക്ക് ആവശ്യമായ നിലയിൽ പ്രോട്ടോകോൾ കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമായ നിലയിൽ സുരക്ഷിതത്വം
ഏർപ്പെടുത്തുകയാണ്. സുരക്ഷിതത്വത്തിന് പല കാറ്റഗറികളുണ്ട്, ഇസഡ് ഉണ്ട്, ഡബിൾ ഇസഡ് ഉണ്ട്, പലതും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ റമദാനാകുമ്പോൾ ഈ സാധുക്കളായ നമുക്ക് വേണ്ടി രാജാതിരാജനായ രക്ഷിതാവ് ഇങ്ങനെ ഒരു പ്രോട്ടോക്കോൾ നടപ്പിൽ വരുത്തുകയാണ്. അവിടെ ഇവിടെയൊക്കെ കാത്തു നിന്നുകൊണ്ട് കണ്ണും കാലും ഒക്കെ കാണിച്ചിട്ട് ഹറാമുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന പിശാചിനെ പിടിച്ചൊരു സ്ഥലത്ത് പൂട്ടിയിടുക. മറുഭാഗത്ത് നമ്മളിൽ തന്നെ ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മളോട് ശത്രുത പുലർത്തുന്ന നമ്മുടെ നഫ്സിനെ, ഇച്ഛയെ, വികാരങ്ങളെ, വിചാരങ്ങളെ പട്ടിണി കൊണ്ട് തളർത്താൻ, പട്ടിണി കൊണ്ട് ഒതുക്കാൻ അള്ളാഹു നമുക്ക് വഴി തരിക. പ്രിയപ്പെട്ടവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരിശീലനമൊന്നുമല്ല, വലിയ പരിശീലനമാണ്. ഉലമാക്കൾ പറയാറുണ്ട്, പിശാചിനോട് മല്ലിടാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പിശാചിനോട് മല്ലിടാൻ നമ്മൾക്ക് സാധിക്കും. ഇന്നലെ ഖുർആൻ തറാവീ നമസ്കാരത്തിൽ ഓതുമ്പോൾ അവനെക്കുറിച്ചിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടോണ്ട് നിൽക്കരുത്, പടച്ചവനെ ഈ പിശാചിനെ എങ്ങനെയാണ് നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുമിനൂൻ. എന്താ അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു. അള്ളാഹ് പറയാ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, അവനും അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും നിങ്ങളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടു വന്ന ഷർട്ടും പാൻറ്റും നിങ്ങൾ ധരിച്ച തൊപ്പിയും താടിയും കാണുന്നു എന്നുള്ള അർത്ഥത്തിനല്ല. നിൻ്റെ ഉള്ളിൽ എങ്ങോട്ട് നിന്നെ വലിച്ചാലാണ് പോകാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന നിൻ്റെ ഉള്ളുപോലും അവൻ അറിയുന്നുണ്ട്. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു. അതുകൊണ്ടാണ് എല്ലാവരോടും ഒരേ നാണയത്തിൽ കളിക്കാൻ നടക്കാത്തത്. ചില ആളുകളോട് ചില ഹറാമുകൾ പറയും, ചില ആളുകളോട് വേറെ ചില ഹറാമുകൾ പറയും. ഇനി ചില ആളുകളോട് ഹറാമൊന്നും പറയൂല. തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ദൂരത്തുനിന്ന് വരിക, നമുക്കിങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ചിരണ്ടി കുടിക്കുക എന്ന് പറയാം. ചിരണ്ടി കുടിക്കുന്നത് ഹറാമാണോ? തെറ്റാണോ? അവിടെ നിന്നൊരു സിഗരറ്റ് വലിക്കുക, അത് തെറ്റാണോ? അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും വാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, അവനും അവൻ്റെ സംഘവും നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ വീക്ക്നെസ്സുകളെ കാണുന്നു, നിങ്ങളോടൊപ്പം ചേരുന്നു, എന്നിട്ട് നിങ്ങളെ മെല്ലെ 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 വഴികെടുത്തുന്നു. നിങ്ങൾക്കോ മിൻ ഹൈസു ലാ തറൗനഹും, അങ്ങോട്ട് ഓനെ കാണാനും കഴിയില്ല. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അങ്ങോട്ട് അവനെ കാണാനും കഴിയില്ല. അതാണ് വലിയ പരാജയം. കാണാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മൾ അവനെ പരാജയപ്പെടുത്തുമായിരുന്നു, അവനോട് യുദ്ധം ചെയ്യുമായിരുന്നു. നമുക്ക് കാണാനും കഴിയുന്നില്ല, അതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൻ്റെ പുണ്യമായ മാസത്തിൽ അങ്ങനത്തെ പിശാചുക്കളെ ഒരു ഭാഗത്ത് തളച്ചിടുകയാണ്, പൂട്ടിയിടുകയാണ്. എന്നിട്ട് നമ്മളോട് ബാ, ഇനി നേരെ ചൊവ്വേ നടക്കാൻ നിനക്ക് അവസരം തരിക. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോഴും നമ്മളതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ നഫ്സിൻ്റെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും കടന്നു പോകുന്നുവെങ്കിൽ അത് നമുക്കുണ്ടാകുന്ന തീരാനഷ്ടമാണ്. ഇവിടെ പട്ടിണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിശാചിനെ ഒതുക്കാൻ പടച്ചവൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. എന്നാൽ നഫ്സിനെ ഒതുക്കാൻ അള്ളാഹു നമുക്ക് ഒരു മാർഗം തന്നിട്ടുണ്ട്. എന്താ മാർഗം? അത് പട്ടിണിയാണ്. 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. 3 കാര്യങ്ങൾ മുസ്ലിമീങ്ങളായ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ആയുധമാണ് എന്നാണ്. ഒരായുധമാണ്. എന്താ 3 കാര്യങ്ങൾ? ഒന്നാമത്തേത് മൗനമായിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം ചില ആളുകൾ ഇന്ന് ഉറങ്ങുന്നില്ലേ? എത്ര നല്ല സാത്വികന്മാരാണ്, അതുകൊണ്ട് അവർ മൗനമായിരിക്കുകയാണ്. ഇരിക്കുന്നവരെല്ലാവരും അല്ലേ? ആർക്കും ഒരു ശല്യമില്ല, പറയുന്നതൊന്നും കേൾക്കുപോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതിനുവേണ്ടി ഒന്ന് ചിരിച്ചു കൊടുക്കാൻ പോലും തൽക്കാലം അവർ റെഡിയില്ല. അവരത്ര ഉറക്കത്തില്ല. നല്ല സാത്വികന്മാരായി, മൂകന്മാരായി, മൗനികളായിരിക്കുകയാണ്. മുനിമാറായി എന്നൊക്കെ പറയും. മുനിമാർ അങ്ങനെയാണ്. പണ്ടിങ്ങനെ മുനിമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മുനിമാർ അങ്ങനെ അല്ലെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഫ്സിനെ ഒതുക്കാനും ഭൗതികമായ വിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും പാരത്രികമായ കാര്യത്തിൽ മുന്നേറ്റം നടത്താനും അവന് സഹായകമാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മൗനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൗനം വർദ്ധിപ്പിക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി കൈയിട്ടിട്ട് അഭിപ്രായം പറയുന്ന ആ സ്വഭാവ ദൂഷ്യം നിർത്തുക. വേണ്ടിടത്ത് മാത്രം സംസാരിച്ചാൽ മതി. ഏടുന്നെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ അവിടെ ഓടിയെത്തിയിട്ട് നമ്മളത് അതെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, നിന്നോട് ചോദിച്ചോ നിൻ്റെ തോന്നലും കൊണ്ട് ഇങ്ങോട്ട് വരാൻ. നമ്മളുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് മൗനം വർദ്ധിപ്പിക്കുക. ആവശ്യമുള്ളിടത്ത് മിണ്ടാണ്ടിരിക്കാനല്ല, ആവശ്യമുള്ളിടത്ത് മിണ്ടണം. ആവശ്യമില്ലാത്തിടത്ത് മിണ്ടാതിരിക്കുന്ന ഒരു പ്രവണതയും സ്വഭാവ വൈശിഷ്ട്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഗീബത്ത് കുറയും, നമീമത്ത് കുറയും, ഫസാദ് കുറയും, ഫിത്ന കുറയും, കളവ് കുറയും, കളിയാക്കൽ കുറയും, അനാവശ്യങ്ങൾ കുറയും, ആഭാസങ്ങൾ കുറയും. ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. എല്ലാം അങ്ങ് പറയല്ലേ, എല്ലാം പറയുക.
നമുക്ക് ഏറ്റവും പ്രധാനമായി ശീലിക്കാൻ കഴിയുന്ന ഒരു സംഗതി മൗനമാണ്. മൗനം വർദ്ധിപ്പിക്കണം, മൗനം വർദ്ധിപ്പിക്കണം. മൗനം നിങ്ങളുടെ ശത്രുവിനെതിരെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു തോക്കാണ് എന്ന് പണ്ഡിതന്മാർ, ഒരു തോക്കാണ് മൗനം. രണ്ടാമത്തേത് വിശപ്പാണ്. വിശപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു മുനയുള്ള കുന്തം പോലെയാണ് വിശപ്പ്. അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക, അത് നോമ്പായതിൻ്റെ പേരിൽ മാത്രമല്ല, നോമ്പ് കഴിഞ്ഞാലും ആവശ്യമില്ലാതെ വലിച്ചു വാരി തിന്നുന്ന ഒരു സ്വഭാവ ദൂഷ്യത്തിൽ നിന്നും നമ്മളെ നിയന്ത്രിക്കുക. വിശപ്പ് സഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നഫ്സിനെ ഒതുക്കാനും നമ്മുടെ രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്താനും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിശപ്പ്. അത് നോമ്പ് എന്ന നിർബന്ധ നിയമം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വായ്ക്ക് നോമ്പ് കൊടുക്കാതെ, കാതിന് നോമ്പ് കൊടുക്കാതെ, വെറും വയറിന് മാത്രം നോമ്പ് കൊടുത്തതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ നഫ്സിനെ തളർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട ചികിത്സയായി വിശപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശപ്പിനെ തന്നത്. പിന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനമായി ഉലമാക്കൾ പറയാറുള്ളത് കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കണം എന്നാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് ഭ്രാന്താണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒറ്റയ്ക്കിരിക്കുന്നത് വേറെ എന്തെങ്കിലും അസുഖമുള്ളത് കൊണ്ടാണെന്നല്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പം എനിക്ക് വന്നത് അത് മാറ്റി പറയണമെന്ന്. ഇത് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ വായിച്ചു പഠിച്ച കിതാബിലെ വരികളാണ്. ഇപ്പം ഒറ്റയ്ക്കിരിക്കുന്നത് ഭയങ്കര അപകടമാണ്. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ്റെ 2 കീശയിലും 2 മൊബൈലുണ്ടാവും. ഈ 2 മൊബൈലും കൊണ്ടാണ് അധികം പേർ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉസ്താദന്മാരുടെ കുട്ടികളൊക്കെ സംസാരിക്കാൻ പറയുന്നുണ്ട്, നമ്മൾ പണ്ട് വായിച്ച് പഠിച്ച കിതാബിൻ്റെ വരികളൊക്കെ ഇന്ന് അർത്ഥം വെച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ മാറ്റി പറയേണ്ടി വരും പലപ്പോഴും. ഞാനങ്ങനെ പറയാറുണ്ട്. കാരണം അന്ന് നല്ലവരായ മഹാത്മാക്കൾ അവരുടെ കാലഘട്ടത്തിലെ സദസ്സിനെയും സമൂഹത്തെയും അനുയായികളെയും ഒക്കെ വിചാരിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങളൊന്നും ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണ്. അത് വാതിലും കൂടെ അടച്ചാൽ വളരെ സന്തോഷം, ലൈറ്റും കൂടെ ഓഫാക്കിയാൽ അതിനെക്കാട്ടി സന്തോഷം അല്ലേ? അങ്ങനെയല്ല. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ളൊരു മുനാജാത്ത്, അതിന് സാധിക്കണം. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഒറ്റയ്ക്കിരുന്ന് എൻ്റെ നഫ്സിനെ കുറിച്ചിട്ടും എൻ്റെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചിട്ടും ചിന്തിക്കാൻ, എൻ്റെ റബ്ബിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചിട്ടും ചിന്തിക്കാൻ അതിനെനിക്ക് സാധിക്കണം. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 കൂട്ടർക്ക് അല്ലാഹു അർശിൻ്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ആരുടെ തണലിനും ഒരു പ്രതീക്ഷയുമില്ലാത്ത പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തിൻ്റെ തണൽ കൊടുക്കുന്ന 7 കൂട്ടരുണ്ട്. ആ 7 കൂട്ടരിൽ ഒരു കൂട്ടരെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയ. റജുലുൻ ഒരു പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനുമാകാം സ്ത്രീയുമാകാം, ഒരു മനുഷ്യനാണ്. ദക്കറല്ലാഹ ഖാലിയൻ. എന്താ അവൻ്റെ പ്രത്യേകത? അവൻ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്തു. ഒറ്റയ്ക്കിരുന്ന് മൊബൈൽ നോക്കുകയല്ല, ഒറ്റയ്ക്കിരുന്ന് അനാവശ്യങ്ങളും ആഭാസങ്ങളും ആസ്വദിക്കുകയല്ല, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്തു. എന്നെക്കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചു, എൻ്റെ റബ്ബിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു, എൻ്റെ കുറവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഞാൻ ആലോചിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും എനിക്കിപ്പോഴും റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവനായ, കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനായ, എന്നെ വെറുക്കുകയും എന്നെ ഇറക്കിവിടുകയും ചെയ്യാത്തവനായ എൻ്റെ രക്ഷിതാവിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ അറിയാതെ ഫഫാദത് ഐനാഹു, അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിറ്റി, വെള്ളമിറ്റി. അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തായാലും സ്വർഗം വേണം. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തെ ചോദിക്കാൻ വേണ്ടിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മാർഗത്തിൽ നിന്നും എപ്പോഴെങ്കിലും എനിക്ക് പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ, അത് ഞാൻ സാധുവായ നിൻ്റെ അടിമയായതുകൊണ്ടാണ്, നീ എനിക്ക് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ്, നീ എനിക്ക് പുറത്തു തരണേ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അഥവാ ആ മാർഗത്തിൽ എവിടെയെങ്കിലും എനിക്ക് അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. അള്ളാഹുവേ, എനിക്ക് നിന്നോട് ഇറക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, ചോദിക്കാനുള്ളത് സ്വർഗമാണ്. സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. വെറും ചോദ്യമല്ല,
മനസ്സറിഞ്ഞ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൽ, പ്രയാണത്തിൽ നമുക്ക് നമ്മളുടെ ശത്രുവായി പിശാച് കടന്നു വന്നാൽ അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ശത്രുവായി നഫ്സ് കടന്നു വന്നാൽ അതിനെ നമ്മൾ തിരിച്ചറിയണം. പിശാചിൻ്റെയും നഫ്സിൻ്റെയും കെടുതിയിൽപ്പെടാതെ, കുടുക്കിൽ കുടുങ്ങാതെ നമ്മൾ എങ്ങനെങ്കിലും അങ്ങ് രക്ഷപ്പെടണം. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അതിന് ബോധപൂർവ്വം നമ്മൾ നിലകൊള്ളണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ ദുആയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും കുടുങ്ങിപ്പോകാതെ, നഷ്ടപ്പെട്ടവരായി പോകാതെ നേരെ ജന്നാത്തുൽ ഫിർദൗസിലെത്തുന്ന സാലിഹീങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാവശ്യമായ നല്ല ചിന്തകളെ കൊണ്ട് അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. നല്ല ബന്ധങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തടസ്സം വരാൻ സാധ്യതയുള്ള എല്ലാ ദുഷിപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആരോഗ്യപരമായ പ്രയാസങ്ങളും സാമ്പത്തിക വിഷമങ്ങളും ഒക്കെ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.